ഹായ് ഫ്രണ്ട്സ്, ബേസിലും നസ്രിയും കൂടി ഓടിച്ചാടി ഇത്രയും ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മദർശിനിയെ കുറിച്ച് കരുതിയ എന്താണ്? നല്ലൊരു ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ. ഇങ്ങനെയായിരുന്നു ധാരണ. പക്ഷെ സിനിമ കാണാൻ തുടങ്ങി അവസാനിക്കുമ്പോൾ കണ്ടത് എന്താണ്? നല്ല കുറച്ച് കോമഡിയിൽ തുടങ്ങി ഫീൽ ഗുഡായി പോയി പടിയായി ത്രില്ലർ ജോണറിലേക്കുള്ള ഒരു മാറ്റം. അനാവശ്യമായ സംഭവങ്ങൾ ഒരു സ്ഥലത്തും കാണിക്കുന്നില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ കംപ്ലീറ്റ്ലി എൻഗേജിങ്. കൂടാതെ മികച്ചൊരു ക്ലൈമാക്സ്, അൺപ്രഡിക്റ്റബിൾ ക്ലൈമാക്സ്. കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം ഈ കൊല്ലത്തെ ഏറ്റവും മികച്ച ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാം. കിഷ്കിന്ദ കാണ്ഡം ലെവൽ എന്തായാലും ഇല്ല. പെർഫോമൻസിലേക്ക് വന്നാൽ ഞാൻ ഈ സിനിമ കാണാനുള്ള പ്രധാന കാരണം തന്നെ നസ്രിയാണ്. അവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഇതിനു മുമ്പ് ഞാൻ കണ്ടത് അന്റെ സുന്ദരാനിക്ക് എന്ന തെലുഗു ഫിലിമായിരുന്നു നാനിയുടെ കൂടിയുള്ളത്. അത് നല്ല സിനിമയായിരുന്നു, പക്ഷേ ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷേ നസ്രിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പൊതുവേ ഉണ്ടാകാറ്. അവർ ഇതിൽ വളരെ ബ്രില്യൻ്റായി അഭിനയിച്ചിട്ടുണ്ട്. പണ്ടത്തെ കുറച്ച് കുട്ടിത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നല്ല മെച്യൂർഡായുള്ള അഭിനയം, നല്ല കറക്റ്റ് ലെവലിലുള്ള ആക്ടിംഗ് ആണ്. ഒരു സ്ഥലത്ത് പോലും ഓവർ ആക്ടിംഗ് എന്ന് പറയാനുള്ള ഒരു സംഭവങ്ങളും നസ്രിയ കാണിച്ചില്ല. അഭിനവ ജനപ്രിയ നായകൻ എന്ന് പറയാൻ സാധിക്കുന്ന ബേസിൽ ജോസഫ്, അദ്ദേഹം പൊതുവേ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് സൂക്ഷ്മദർശിനിയിലെ കഥാപാത്രം. അതെന്താണെന്ന് പറഞ്ഞ് ഞാൻ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയിപ്പോകും എന്തായാലും, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ഇവർ രണ്ടുപേര് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇംപ്രസീവായ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഒന്ന് സിദ്ധാർത്ഥ് ഭരതൻ. പൊതുവേ സീരിയസ് റോൾ ചെയ്യുന്ന ഇദ്ദേഹം ഇതിൽ അത്യാവശ്യം കോമഡി പിടിച്ചിട്ടുണ്ട്, അത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെയുള്ളത് പൂജ മോഹൻരാജ്. വളരെ നാച്ചുറലായുള്ള കുറച്ച് സീനുകളിലെ കോമഡി. ഈ സിനിമയിൽ കോമഡി ഏറ്റവും കൂടുതൽ വർക്കായത് ഇവരുടെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയുള്ള കാസ്റ്റ് നന്നായിരുന്നു. കോട്ടയം രമേശ്, മെറിൻ ഫിലിപ്പ്, ദീപക് പറമ്പോൽ, അഖില ഭാർഗവൻ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും എവിടെയുമില്ല. മ്യൂസിക് ആൻഡ് BGM ക്രിസ്റ്റോ സേവ്യർ ആണ്. പാട്ട് എന്ന് പറയാൻ ഇടക്ക് വരുന്ന ചെറിയൊരു പോർഷനും പിന്നെ അവസാനം ക്ലൈമാക്സ് കഴിഞ്ഞ് ക്രെഡിറ്റ് കാണിക്കുമ്പോഴുള്ള നല്ലൊരു പാട്ട് മാത്രമേ ഉള്ളൂ. പൊതുവെ ത്രില്ലർ പടങ്ങളിൽ നമ്മൾ കാണുന്നത് വെറുതെ പാട്ട് കയറ്റിയിട്ട് അതിൻ്റെ ഫ്ലോ കളയേണ്ട കാര്യമില്ല. അത് ഇവിടെ അങ്ങനെ ചെയ്തിട്ടുമില്ല. BGM നല്ല ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റോ സേവ്യർ. ഒരു ഫീൽ ഗുഡ് പടത്തിനും ത്രില്ലറിനും വേണ്ട രീതിയിൽ അതേ മീറ്റർ തന്നെ BGM കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് സിനിമാറ്റോഗ്രാഫി. ഈ സിനിമയുടെ മൂഡ് തന്നെ ആ സിനിമാറ്റോഗ്രാഫിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രാമത്തിൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഒരു സിറ്റി സൈഡിൽ എന്നാൽ നല്ല പച്ചപ്പുള്ള സ്ഥലത്താണ് കഥ നടക്കുന്നത്. അതൊക്കെ കൃത്യമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. കളർ ടോണും നല്ല അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് ശരൺ വേലായുധൻ നായർ. സംവിധായകനെ കുറിച്ച് എന്തായാലും പറയണല്ലോ. പേര് ജിതിൻ MC. ഇതിനു മുമ്പ് 2018 നോൺസെൻസ് എന്നുള്ള ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭാവി വാഗ്ദാനം എന്ന് പറയാൻ പറ്റിയൊരു സംവിധായകനാണ് ഇദ്ദേഹം. ഇൻ ടോട്ടാലിറ്റി സൂക്ഷ്മദർശിനി എന്നെ സംബന്ധിച്ച് ഒരു ഗംഭീര സിനിമാ അനുഭവമാണ്. ഞാൻ എന്ത് പ്രതീക്ഷിച്ചാണോ പോയത് അതല്ല കിട്ടിയത്, പക്ഷെ അതിനേക്കാൾ ഗംഭീരമാണ്. ഞാൻ പ്രതീക്ഷിച്ച ജോണറേ അല്ല എനിക്ക് കിട്ടിയത്. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5. ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ.